ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഇതിനിപ്പോ ഒരു അഴിമതിയെന്നോ തട്ടിപ്പെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അങ്ങനെ ഒരു സംഭവമാണല്ലോ ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. ആ വിഷയം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഗോവിന്ദൻ മാഷ് അത് സംബന്ധിച്ച് പാർട്ടി നിലപാട് വിശദീകരിക്കുകയുണ്ടായി. ആരാധനാലയങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. ആരാധനാലയങ്ങളുടെ സ്വത്ത് ആ നിലയിൽ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അതാണ് ഞങ്ങളുടെ നിലപാട്. അത് ആരെങ്കിലും അപഹരിക്കാനോ തട്ടിപ്പ് നടത്താനോ ശ്രമിച്ചാൽ മുഖം നോക്കാതെ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുക. അവരെല്ലാം നിയമത്തിന്റെ വഴിയിൽ ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ടവരായിരിക്കും. അത് അഭംഗുരം മുന്നോട്ട് പോകും. ഈ നിലപാടിന്റെ പ്രത്യേകത, ഈ നിലപാട് ഞങ്ങൾക്കേ ഉള്ളൂ. ഇപ്പോ ഗുരുവായൂരമ്പലത്തിലെ തിരുവാഭരണം പോയി. അന്ന് ബഹുമാന്യനായ കെ കരുണാകരനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. കോൺഗ്രസിന്റെ നേതാക്കന്മാരുള്ള ദേവസ്വം ബോർഡായിരുന്നു. അതിപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ അന്വേഷണം എവിടെയായി? തിരിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കുറ്റവാളികളെ രക്ഷിക്കുന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത്. എന്നാൽ ഇപ്പൊ ശബരിമല വിഷയം വരുന്നു. ആ നിലപാടല്ല. വൈക്കം ക്ഷേത്രം ഉൾപ്പെടെ മറ്റു ക്ഷേത്രങ്ങളുടെ ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ നിലപാട്, സർക്കാരിന്റെ നിലപാട്, ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരുണ്യവും ഉണ്ടാവില്ല. അവർ നിയമാനുസൃത നടപടികൾക്ക് വിധേയരാവണം.